ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. അപ്പോൾ ഓണസദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സദ്യ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ കാരമൽ പാൽപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പായസത്തിന് വേണ്ടി ഞാൻ 1/4 കപ്പ് ഉണക്കലരി എടുത്തേക്കുന്നത് 150 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഉണക്കലരി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ എടുക്കാം. കൂടുതൽ ടേസ്റ്റ് ഉണക്കലരിക്കായിരിക്കും. ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് 15 മിനിറ്റ് നേരം നമുക്കൊന്ന് കുതിരാൻ വെക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് രണ്ടായിട്ട് മുറിഞ്ഞ് കിട്ടും. ഇതുപോലൊന്ന് ചെയ്തെടുക്കണം. ഇതുപോലൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇട്ടങ്ങ് ഞെരടണ്ട, പൊടിയേരിയുടെയൊക്കെ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് വേവിക്കണം. അപ്പോൾ പാത്രത്തിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 3 കപ്പ്. അപ്പോൾ ഈ വെള്ളം നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി കൈകൊണ്ടൊന്ന് ഞെരടിയപ്പം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊരു 1/4 ഭാഗമൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ അരി 1/4 ഭാഗത്തോളം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. കാച്ചിയ പാൽ, തിക്കായിട്ടുള്ള പാൽ എടുത്തേക്കുന്നത്. ഫുൾ ക്രീം മിൽക്ക്. കൂട്ടത്തിൽ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇത് പാലിൽ കിടന്നിട്ട് വേണം അരി വേവാനും. പാൽ ചേർത്ത് കഴിഞ്ഞാൽ പാട കിട്ടും, അതുകൊണ്ട് വിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം പഞ്ചസാര. 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരട്ടത്. ഇതിപ്പോൾ പായസമൊക്കെ അത്യാവശ്യം ഒന്ന് കുറിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 100 ഗ്രാം പഞ്ചസാരയുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, ഡാർക്ക് ബ്രൗൺ ഒന്നും ആകരുത്. നല്ലൊരു ഗോൾഡൻ കളറും കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഒന്ന് ആയാൽ മതി. ഇപ്പോൾ കളറ് മാറുന്നുണ്ട്, തീ കുറച്ച് വെക്കണം. ഈ ഒരു കളറായാൽ മതി. ഇത് പായസത്തിലോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാവൂ, ഇല്ലെങ്കിൽ തെറിക്കും. ഇതുപോലെ കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കാരമൽ ചെയ്യുമ്പോൾ ഒരുപാട് ഡാർക്ക് ആവരുത്, അങ്ങനെയാണെങ്കിൽ പായസത്തിന് കൈപ്രസം വരും. കാരമൽ എല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ ഈ കാരമൽ ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കട്ടയായിട്ട് കിടക്കും, അത് ചൂടായി കഴിയുമ്പോൾ മെൽറ്റ് ആയിക്കൊള്ളും. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് പഞ്ചസാര നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ മധുരം വേണം. ഞാൻ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ്. മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിതിലോട്ടൊരു 3 ടേബിൾ സ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കി പഞ്ചസാര മിൽക്ക് മെയ്ഡ് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസം ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.